എനിക്കറിയാം സൂരജ്, എന്ത് വന്നാലും നമ്മൾ ഒന്നിച്ച് ജീവിക്കും. ഇനി അധികം നേരം നിന്ന് ശരിയാവില്ല. താമസിച്ച അമ്മയ്ക്ക് സംശയവും. അതുകൊണ്ട് ഞാൻ പൊക്കോട്ടെ. ഞാൻ കൊണ്ടുവിടണോ? വേണ്ട, ആരെങ്കിലും കണ്ടാൽ വലിയ പ്രശ്നമാവും. ഞാൻ പൊക്കോളാം. ശരി, വിളിക്കണേ. ശരി. മനസ്സിനൊരു സമാധാനം ഇല്ല ശാരദാമ്മ. ആദർശൻ ഇങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല. പിന്നെ എന്ത് പറ്റിയെന്നാ മനസ്സിലാവാത്ത? മോളിങ്ങനെ വിഷമിക്കാതെ. ആദർശന് എന്തെങ്കിലും തിരക്കായിരിക്കും, അതാ വിളിക്കാത്തത്. എത്ര തിരക്കാണെങ്കിലും എന്നെ വിളിക്കാറുള്ളതാ. ഇതാദ്യമായിട്ടാ ഇത്രയും സമയം വിളിക്കാതിരിക്കുന്നൊക്കെ. മോൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ വിഷമിക്കുന്നത് കൊണ്ട് എന്താ പ്രയോജനം? ചിലപ്പോ ആദർശന്റെ കയ്യിൽ നിന്ന് ഫോൺ കളഞ്ഞു പോവുകയോ എവിടെയെങ്കിലും വെച്ച് മറന്നതോ ആണെങ്കിലോ? അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഫോണിൽ നിന്ന് എന്നെ വിളിക്കാലോ. എന്തായാലും മോള് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഭഗവാൻ ആദർശന് ഒരാപത്തും വരുത്തില്ല. മോള് ധൈര്യമായിട്ടിരിക്കെ. ഒരു വശത്ത് കമ്പനിയിലെ പ്രശ്നം, മറ്റൊരു വശത്ത് വീട്ടിലെ പ്രശ്നം, എല്ലാം കൂടി ആകെ വല്ലാത്തൊരവസ്ഥയില്ല. മോളെ, പല പ്രശ്നങ്ങളും നമ്മൾ ചിന്തിച്ചു കൂട്ടി വിഷമിക്കുന്നതാ. ചില കാര്യങ്ങളെന്ന് മോള് പറഞ്ഞത് സൂരജിന്റെയും വിദ്യയുടെയും പ്രശ്നമല്ലേ? അതെ. അതിന് മോക്കൊന്നും ചെയ്യാനില്ല. അവരെ അവരുടെ വഴിക്ക് വിടുക. ഭഗവാന്റെ തീരുമാനം പോലെ അത് നടന്നോളൂ. പിന്നെ കമ്പനിയുടെ കാര്യങ്ങൾ, അത് വലിയ താമസമില്ലാതെ തന്നെ നിങ്ങൾ രണ്ടുപേരും കൂടെ ശരിയാക്കി എടുക്കുന്നേ. മീരയുടെ മനസ്സിൽ ഭഗവാന്റെ രൂപമാണ് നിറയേണ്ടത്. എല്ലാ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ച് സ്വസ്ഥമായിട്ടിരിക്കുക. ഓരോ ജോലികള് യഥാസമയത്ത് മീരയിലേക്ക് വന്നു ചേരും. അതൊരു മടിയും കൂടാതെ ചെയ്യുക, അത്രേ ഉള്ളൂ. അമ്മ പറയുന്നൊക്കെ ശരിയാ. പക്ഷെ എനിക്ക് ചില ടെൻഷൻസ് ഉണ്ടമ്മേ. അത്തരം ടെൻഷൻസ് കൂടുമ്പോൾ എൻ്റെ മനസ്സിൽ ചില അശുഭ ചിന്തകളുണ്ടാവും. എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഉണ്ടായതിലും വലിയ പ്രശ്നങ്ങൾ വരുമെന്ന് ഞാൻ ഭയക്കുക. ഇതിനെ എങ്ങനെ ഇല്ലാതാക്കാന്ന് ആലോചിച്ചിട്ട് ഒരു രൂപവും കിട്ടുന്നില്ല. ചിന്തകൾ കുതിരകളെ പോലെയാണ് മോളെ. അതിനെ ബുദ്ധിയാകുന്ന കടിഞ്ഞാണ് കൊണ്ട് നിയന്ത്രിക്കണം. അല്ലെങ്കിൽ അത് നമ്മളെ എവിടേക്കെങ്കിലും വലിച്ചോണ്ട് പോവും. അത് സൂക്ഷിക്കണം. ഈ ചിന്തകളൊക്കെ ഞാൻ പോലും അറിയാതെ വരുന്ന ശാരദാമ്മ. അങ്ങനെയാണ് വരുന്നതെന്ന് തിരിച്ചറിയാൻ മോക്ക് കഴിയുന്നുണ്ടല്ലോ. അത് തന്നെ വലിയ കാര്യം. എല്ലാവർക്കും ചിന്തകളുടെ കാര്യത്തിൽ ഇത്തരം പ്രശ്നങ്ങളുണ്ട്. വലിയ യോഗികൾക്ക് പോലും സ്വന്തം ചിന്തകളെ നിയന്ത്രിക്കാൻ പറ്റിയിട്ടില്ലെന്ന് പുരാണങ്ങളിൽ കേട്ടിട്ടില്ലേ? അതുകൊണ്ട് മോൾ അതൊന്നും കേട്ട് വിഷമിക്കണ്ട. എല്ലാം ശരിയാവും. ആദർശനൊരു മെസ്സേജെങ്കിലും അയച്ചിരുന്നെങ്കിൽ ഇത്രയും സങ്കടം ഉണ്ടാവില്ലായിരുന്നു. ഇപ്രാവശ്യത്തേക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചു. മോള് വിഷമിച്ച കാര്യം ആദർശ് അറിഞ്ഞു കഴിയുമ്പോ ഇനി ഇങ്ങനെ ആവർത്തിക്കില്ല. മോളുടെ മുഖം ഇങ്ങനെ വാടിയിരിക്കുന്നത് കണ്ടാ എനിക്കും സങ്കടം വരും. മുകുന്ദേട്ടൻ ഇന്ന് ഇവിടേക്ക് വന്നില്ല അമ്മേ? വന്നിരുന്നു. അത് കഴിഞ്ഞ് എവിടെ പോയിന്നറിയില്ല. കുറച്ചു കഴിയുമ്പോ വരാതിരിക്കില്ല. എന്താ, മോക്ക് പോകാൻ ധൃതിയുണ്ടോ? ഇല്ല, ഞാൻ കുറച്ച് സമയം കൂടി കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ. ഇവിടെ ഇങ്ങനെ അമ്മയോട് സംസാരിച്ചിരിക്കുമ്പോൾ മനസ്സിനൊരു സുഖമുണ്ട്. ഇവിടുന്ന് പോയാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് വീണ്ടും വിഷമിക്കും. അമ്മ ഒരു കഥ പറ. പുരാണത്തിൽ ഏതെങ്കിലും കഥ പറഞ്ഞാൽ മതി. ഒരു മാല കെട്ടി തീർക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു തരാം. ശരി. നീ ഇത്ര പാവമായല്ലോ സൂരജ്. എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? അറിയിക്കാത്തയാണ് ഞാൻ ആഗ്രഹിച്ചതെന്ന് എനിക്കറിയാം മുത്തശ്ശ. പക്ഷേ ഞാൻ വിദ്യയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. എടാ, അതിനിപ്പോ എന്താ കുഴപ്പം? ആ കുട്ടി നിന്നെ പ്രാണനായി കണ്ട് സ്നേഹിക്കുന്നുണ്ടല്ലോ, പിന്നെന്താ? വിദ്യക്ക് എന്നെ ജീവനാണെന്ന് എനിക്കറിയാം. പക്ഷേ ധന്യ ആൻറ്റി പറഞ്ഞതൊക്കെ ശരിയല്ലേ? വിദ്യയെ സ്നേഹിക്കാൻ എന്ത് യോഗ്യതയാണ് എനിക്കുള്ളത്? നിനക്കെന്ത് യോഗ്യതയാ ഇല്ലാത്തത്? അല്ലെങ്കിൽ തന്നെ നിന്റെ വില നിശ്ചയിക്കേണ്ടത് തന്നെയാണോ? അവരുടെ മകൾക്ക് ഏറ്റവും മികച്ചത് വേണമെന്ന് ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ആൻറ്റി ആഗ്രഹിക്കുന്നതിൽ തെറ്റ് പറയാൻ പറ്റില്ലല്ലോ. എനിക്കെന്താ ഉള്ളത് മുത്തശ്ശ? ഒരു ജോലിയുണ്ടോ?
സ്വന്തം എന്ന് പറയാൻ ഒരു വീടുണ്ടോ? ഹരിയച്ചൻ്റെ ഔദാര്യത്തിലല്ലേ ഞാൻ ജീവിക്കുന്നത്. എന്നാര് പറഞ്ഞു മോനെ? ചെറുതാണെങ്കിലും നിനക്കൊരു വീടുണ്ട്. ഞാൻ താമസിക്കുന്ന വീട് അത് നിനക്കുള്ളതാ. പിന്നെ ഒരു ജോലി. എന്റെ കയ്യിൽ 35 ലക്ഷം രൂപയുണ്ട്. അതിന്റെ അവകാശം നീ മാത്രമാ. നിനക്കൊരു ബിസിനസ് തുടങ്ങാൻ ആ തുക മതിയാകും. നീ വേണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാ ആ തുക ഇപ്പോഴും എന്റെ കയ്യിലിരിക്കുന്നത്. നീ ധൈര്യമായിട്ടിരിക്കേ. നിന്നെ ആരുടെ മുമ്പിലും തോൽക്കാൻ ഈ മുത്തശ്ശൻ അനുവദിക്കില്ല. മുത്തശ്ശൻ അറിയാലോ, ഇങ്ങനെ ഒരു സ്നേഹം ഇതുവരെ എൻ്റെ മനസ്സിൽ തോന്നിയിട്ടില്ല. വിവാഹവും ജീവിതവും ഒന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷേ വിദ്യ എന്നെ സ്നേഹിച്ചു തുടങ്ങിയത് മുതൽ ഞാൻ ഒരു ജീവിതം ആഗ്രഹിക്കുന്നുണ്ട്. ഇനി എന്തെങ്കിലും ഒരു കാരണം വന്ന് അവളെ എനിക്ക് നഷ്ടമായാൽ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. നഷ്ടപ്പെടില്ല മോനെ, നിനക്കൊന്നും നഷ്ടമാവില്ല. നമുക്ക് വിദ്യയെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. നീയായിട്ട് തേടിപ്പോയതല്ലല്ലോ അവളെ. ആ കുട്ടിയല്ലേ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞത്. ഇപ്പൊ വീട്ടുകാരല്ലേ എതിർത്തിട്ടും വിദ്യ മോള് നിനക്ക് തന്ന വാക്കിൽ ഉറച്ചു നിൽക്കുന്നുമുണ്ട്. അതാണ് നിന്റെ വിജയം. ഇനി അവളെ വിവാഹം കഴിക്കാനുള്ള സാഹചര്യങ്ങൾ നിനക്കുണ്ടാവുകയാണ് വേണ്ടത്. അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കും. ഇതൊക്കെ നടക്കുമോ മുത്തശ്ശ? നടക്കും. ഞാൻ പറഞ്ഞില്ലേ, നിനക്കൊന്നുമില്ല എന്ന് പറയുന്നവരുടെ മുമ്പില് തല ഉയർത്തിപ്പിടിച്ച് തന്നെ എന്റെ മോൻ നിൽക്കണം. നിനക്ക് ഇപ്പൊ തന്നെ വേണമെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങാം. പക്ഷേ ഒന്ന് സൂക്ഷിക്കണം. അത് കള്ളപ്പണമാ. അതുകൊണ്ട് എന്ത് ചെയ്താലും ശ്രദ്ധയോടെ വേണം കൈകാര്യം ചെയ്യാൻ. ഇപ്പോ മനസ്സിനൊരു ആശ്വാസം തോന്നുന്നുണ്ട്. വിധി എനിക്ക് നഷ്ടപ്പെടില്ല എന്നൊരാശ്വാസം. ഒരിക്കലും നഷ്ടപ്പെടില്ല. പണത്തിന്റെയും പ്രതാപത്തിന്റെയും കണക്ക് പറഞ്ഞ് നിന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നവര് വൈകാതെ അവരുടെ തെറ്റ് തിരിച്ചറിയും മോനെ. ജീവിതത്തിൽ പണവും സൗകര്യങ്ങളും ഒക്കെ വേണം. പക്ഷേ അതിലെല്ലാം പ്രധാനം പരസ്പരം സ്നേഹിക്കുന്ന മനസ്സാ. വിദ്യമോൾക്ക് എത്ര വലിയ ആലോചന വേണമെങ്കിലും കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചു എന്ന് വരും. പക്ഷേ നിന്നെ പോലെ അവളെ സ്നേഹിക്കാൻ ആർക്കും സാധിക്കില്ല. നീ ആ കുട്ടിക്ക് കൊടുക്കുന്ന ഈ സ്നേഹമാണ് മോനെ ഏറ്റവും വലുത്. അതുകൊണ്ട് തന്നെ നീ ഒന്നിന്റെ പേരിലും ആർക്കു മുമ്പിലും തല കുനിക്കരുത്. പിന്നെ വിദ്യയുടെ അമ്മ പറഞ്ഞത്, അവരോട് പിണക്കമൊന്നും തോന്നേണ്ട കാര്യമില്ല. അവരുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ച അവരെ തെറ്റു പറയാനാവില്ല. സ്വന്തം മകളെ കുറിച്ച് അവള് ജനിച്ചത് മുതൽ ഇന്ന് വരെ അവർ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിരിക്കാം. അതിനെതിരെ ഓരോ കാര്യങ്ങൾ ഉണ്ടാവുമ്പോഴുള്ള ദേഷ്യം മാത്രമാണ് അവര് കാണിച്ചത്. അതെനിക്കറിയാം മുത്തശ്ശ. ധന്യൻ്റെയോട് എനിക്ക് ഒരു തരി പോലും ദേഷ്യമില്ല. ഞാൻ വിദ്യയുടെ സ്നേഹം ആദ്യം നിരസിച്ചത് തന്നെ ഇവരുടെയൊക്കെ മനസ്സ് വേദനിപ്പിക്കണ്ട എന്നൊരു ചിന്ത കൊണ്ട് കൂടിയാ. അത് മുത്തശ്ശനറിയാം. നിന്റെ മനസ്സും അതിലെ നന്മയും എന്നോളം മറ്റാർക്കും അറിയില്ലല്ലോ മോനെ. സത്യം പറയാലോ മുത്തശ്ശ, ആകെ തകർന്ന അവസ്ഥയിലാ ഞാൻ മുത്തശ്ശൻ്റെ അടുത്തേക്ക് വന്നത്. പക്ഷേ ഇപ്പോ മനസ്സിന് എന്താണെന്നറിയാത്ത ഒരു ധൈര്യം തോന്നുന്നു. ആ ധൈര്യവും വിശ്വാസവും നിനക്കെന്നും ഉണ്ടാവണം. നമ്മളെ തോൽപ്പിക്കാൻ ചുറ്റും ഒരുപാട് ആളുകൾ ഉണ്ടാവും. അത് മനസ്സിലാക്കി തോൽപ്പിക്കാൻ ശ്രമിക്കുന്നവർക്ക് മുമ്പിൽ തല ഉയർത്തി നിന്ന് ജയിച്ച് കാണിച്ചു കൊടുക്കണം. അതാണ് വേണ്ടത്. അത് മാത്രമല്ല, നിന്നെ സ്നേഹിച്ച് വിശ്വസിച്ച് വീട്ടുകാരെ പോലും എതിർത്ത് നിൽക്കുന്ന ആ പെൺകുട്ടിയെ നീ വേദനിപ്പിക്കാൻ പാടില്ല. അവൾക്കൊപ്പം നീ ഉണ്ടാവണം. മനസ്സിലായി മുത്തശ്ശ. മുത്തശ്ശൻ പേടിക്കണ്ട. വിദ്യ എന്റെ ജീവനാ. അവളെ ഒരു രീതിയിലും ഞാൻ വിഷമിപ്പിക്കില്ല. അത് മതി മോനെ. നിന്റെ ആഗ്രഹങ്ങൾ സാധിക്കാൻ ഈശ്വരൻ നിന്നെ സഹായിക്കും. അതെനിക്ക് ഉറപ്പാ. എത്രയായി? 100.
മനോജല്ലേ? അതെ, എന്നെ മനസ്സിലായോ? കണ്ടിട്ടുണ്ട്, പക്ഷെ പെട്ടെന്ന് കൊണ്ട് മനസ്സിലായില്ല. ഞാൻ സൂരജിന്റെ മുത്തച്ഛനാ, സന്ദീപിന്റെ അച്ഛൻ. ബീന ഇവിടെ അടുത്ത് താമസിച്ചിരുന്നപ്പോ നിങ്ങളെ കണ്ടിട്ടുണ്ട്. വരൂ. ഓ, ഇരിക്കും. ധന്യ, ഇത് എനിക്ക് മനസ്സിലായി. ബീനയുടെ സന്ദീപിന്റെ അച്ഛനല്ലേ? അതെ. ഞാൻ വന്നത് സൂരജിന് വേണ്ടി സംസാരിക്കാനായിരിക്കും അല്ലേ? അതെ. ഞങ്ങൾക്കാർക്കും അതൊന്നും കേൾക്കണ്ട. ഇനിയിപ്പോ ആരൊക്കെ എന്തൊക്കെ വന്ന് പറഞ്ഞാലും ഞങ്ങൾക്കറിയാത്ത ആളൊന്നും അല്ലല്ലോ സൂരജ്. അവനെ പല കേസുകളിൽ നിന്ന് രക്ഷിക്കാൻ ഹരിക്കൊപ്പം പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങിയിട്ടുള്ള ആളാ ദേ ഈ ഇരിക്കുന്നത്. അതൊന്നും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനൊക്കെ അറിവില്ലാതെ അവൻ പലതും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊക്കെ മാറി. സൂരജിനിപ്പോ ഒരുപാട് മാറ്റം വന്നു. അത് ശരിയായിരിക്കാം, പക്ഷെ ഈ പറയുന്ന മാത്രം വിശ്വസിച്ച് എൻ്റെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. 20 സ്നേഹവർഷങ്ങളുടെ ആത്മബന്ധങ്ങളിലൂന്നിയ നിറവിശ്വാസത്തിന്റെ പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് അമൃതം നൽകുന്ന സല്ലാപ വിരുന്ന്. അല്ല മനോജെ, ഞാൻ വന്നത് സൂരജിന്റെ സ്വഭാവത്തെക്കുറിച്ച് നിങ്ങളെ ബോധിപ്പിക്കാനല്ല. അതിനെക്കുറിച്ച് വിദ്യമോൾക്ക് നന്നായിട്ട് അറിയാം. അതൊക്കെ മനസ്സിലാക്കിയിട്ടാണല്ലോ വിദ്യ അവനെ സ്നേഹിച്ചത്. ധന്യ ഹരിയുടെ വീട്ടിൽ ചെന്ന് സൂരജിനെ ഒന്നുമില്ലാത്തവനാണെന്നും ഹരിയുടെ സമ്പാദ്യങ്ങളല്ലാതെ സൂരജിന് സ്വന്തമായി ഒന്നുമില്ലെന്നും പറഞ്ഞു. ആ ധാരണ അങ്ങ് തിരുത്താനാ ഞാൻ വന്നത്. അതിപ്പോ എന്ത് തിരുത്താന്? ഇപ്പോഴത്തെ അവസ്ഥയിൽ അവൻ ആരെ വിവാഹം കഴിച്ചാലും ഹരിയുടെ ചെലവിൽ വേണ്ടേ കഴിയാൻ? സ്വന്തം കാര്യം നോക്കാൻ പോലും ത്രാണിയില്ലാത്തവനൊക്കെ പ്രേമിക്കാൻ നടക്കുന്ന. അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് വെറുതെ സംസാരിക്കരുത്. സൂരജിന് സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ ഏത് നിമിഷവും തുടങ്ങാം. ഇന്ന് അതിനുള്ള അവസ്ഥ അവനുണ്ട്. അതൊക്കെ അറിയണമെങ്കിൽ അതിൻ്റെതായ രീതിയിൽ സംസാരിക്കണം. വെറുതെ കാര്യങ്ങൾ മനസ്സിലാക്കാതെ വഴക്കിടുകയും ആക്ഷേപിക്കുകയല്ല വേണ്ടത്. നിങ്ങൾ ശരിയായ രീതിയിൽ ഒന്ന് സംസാരിക്കാനെങ്കിലും തയ്യാറായിരുന്നെങ്കിൽ ആവശ്യമില്ലാത്ത പല പ്രശ്നങ്ങളും ഒഴിവാക്കാമായിരുന്നു. അതിന്റെ ഒന്നും ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. എങ്കിൽ പിന്നെ ഞാനിനി ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നതിൽ അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല. ധന്യ, അദ്ദേഹം പറയാനുള്ള പറയട്ടെ, ഇടയ്ക്ക് കയറി സംസാരിക്കണ്ട. മനോജെ, 35 ലക്ഷത്തിലധികം രൂപയും ഒരു വീടും കുറച്ച് സ്ഥലവും സൂരജിൻ്റെതായിട്ടുണ്ട്. അത് മതി അവർക്കൊരു നല്ല ജോലിയും ജീവിതവും ഒക്കെ നേടിയെടുക്കാൻ വരെ പിടിച്ചു നിൽക്കാൻ. കോടികളൊന്നും സ്വന്തമായിട്ടില്ലെങ്കിലും കുട്ടികൾ പരസ്പരം സ്നേഹിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കിട്ടിയ പണം പോരെന്നും പുതുമ നഷ്ടപ്പെടുമ്പോ സൗന്ദര്യ തികവില്ലെന്നും പറഞ്ഞ് പെണ്ണിനെ ഉപദ്രവിച്ച് ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന കാലമായത്. പണവും പത്രാസും നോക്കി മക്കളെ ബലി കൊടുക്കുന്നതിലും നല്ലത് അവരുടെ സ്നേഹവും സന്തോഷവും നഷ്ടപ്പെടാതെ നോക്കുന്നതാണ്. ആ, എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഇനിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ആ, പിന്നെ ഒരു കാര്യം, ഇനി ആരും സൂരജിന് പണത്തിന്റെ കുറവുണ്ട്, ഒന്നുമില്ലാത്തവനാണ് എന്നും പറഞ്ഞു വരരുത്. വിദ്യ അവൻ സ്നേഹിക്കുന്നത് പോലെ മറ്റാരും സ്നേഹിക്കുമെന്നും കരുതണ്ട. തിരിച്ചു അങ്ങനെ തന്നെയാണെന്നും എനിക്കറിയാം. ആ ബോധ്യമുള്ളത് കൊണ്ടാ ഞാനിതിവിടെ വന്ന് സംസാരിച്ചത്. ആ, എങ്കിൽ ഞാൻ ഇറങ്ങുക. മനോജേട്ടാ, അയാളൊക്കെ എന്തിനാ വിളിച്ചിരുത്തി സംസാരിച്ചത്? വന്നപ്പോ തന്നെ ഒന്നും സംസാരിക്കണില്ലെന്ന് പറഞ്ഞ് തിരിച്ചയക്കണ്ടേ? വീട്ടിലേക്ക് ഒരാൾ വന്നാൽ അവർക്ക് കൊടുക്കേണ്ട സാമാന്യ മര്യാദയില്ല ധന്യെ. പിന്നെ നീ ഹരിയുടെ വീട്ടിൽ ചെന്ന് സൂരജിനോട് അങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ലായിരുന്നു. സമ്പത്തും സാഹചര്യങ്ങളും എന്നൊക്കെ പറയുന്നതേ മാറി മറി അധികം സമയമൊന്നും വേണ്ട. അതിന്റെ പേരിൽ ആരെയും വിലയിരുത്താനും താഴ്ത്തിക്കെട്ടാനൊന്നും നിൽക്കരുത്. വേണ്ട മനോജേട്ടാ, അവന്റെ കാര്യമൊന്നും എന്നോട് സംസാരിക്കണ്ട. എത്ര പറഞ്ഞാലും അതൊന്നും എന്റെ തലയിൽ കയറുകയില്ല. അവന്റെ കയ്യിൽ പണം ഉണ്ടെങ്കിലേ അത് അവന്റെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ. അതൊന്നും ഇവിടെ ആർക്കും വേണ്ട. അവന് വക്കാലത്ത് പറയുന്ന ഒരു കുടിയനെ പറഞ്ഞു വിട്ടിരിക്കുന്നു. ഈ വന്ന സന്ദീപിന്റെ അച്ഛൻ ആരാണെന്നും എന്താണെന്നും ഒന്നും ആരും എനിക്ക് പറഞ്ഞു തരണ്ട.
കള്ളും കുടിച്ച് മാർക്കറ്റ് നിരങ്ങി നടക്കുന്നവരൊക്കെ കുടുംബത്ത് കയറി വന്ന് കല്യാണം ആലോചിച്ചു തുടങ്ങി. എന്തൊരു വിധിയായത്! ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങളൊന്നും അമ്മ അറിയുന്നില്ലേ? എന്ത് പ്രശ്നം? എന്റെ അറിവിൽ ഒരു പ്രശ്നങ്ങളും ഇല്ല. ഇല്ലേ? എന്നിട്ടാണോ ആദർശ് കിടന്ന് നെട്ടോട്ട് ഓടുന്നത്? പ്രോജക്റ്റ് കിട്ടിയില്ല എന്നത് പോട്ടെ, ഇപ്പൊ ബാംഗ്ലൂർ കമ്പനിയിലും എന്തോ വലിയ പ്രശ്നമാണെന്നാണ് ഞാൻ അറിഞ്ഞത്. അതാണ് അവൻ അങ്ങോട്ട് പോയിരിക്കുന്നത്. അതാണോ കാര്യം? അതെന്തോ തൊഴിലാളി ഇഷ്യൂ ആണ്. ആ പ്രശ്നങ്ങളൊക്കെ ആദർശ് എന്ന് നിസ്സാരമായിട്ട് പരിഹരിക്കും. ഇതിലും എത്രയോ വലിയ പ്രശ്നങ്ങൾ ദേവാ ബിൽഡേഴ്സിൽ ഉണ്ടായതാ. അപ്പോഴൊക്കെ അത് നിസ്സാരമായി സോൾവ് ചെയ്തത് ആദർശ് തന്നെയല്ലേ? ഇതങ്ങനെ നിസ്സാരമായി പരിഹരിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. ആ കാര്യങ്ങളൊന്നും ഓർത്ത് നീ ടെൻഷനാവണ്ട. അതൊക്കെ ആദർശ് തന്നെ മാനേജ് ചെയ്തോളും. അല്ലെങ്കിലും അമ്മയ്ക്ക് മകന്റെ കാര്യത്തിൽ ഓവർ കോൺഫിഡൻസ് ആണല്ലോ. നിങ്ങളുടെയൊക്കെ കാഴ്ചപ്പാടില് ഞാനല്ലേ ഒന്നിനും കൊള്ളാത്തവള്. അതുകൊണ്ടല്ലേ ഞാൻ കമ്പനി ഏറ്റെടുത്തപ്പോ എന്നെ സഹായിക്കാൻ അമ്മ ആദർശിനോട് പറഞ്ഞത്. നീ എന്തിനാ അഭി അതിനെ കുറ്റമായിട്ട് കാണുന്നത്? നിനക്ക് ബിസിനസ്സിൽ പരിചയക്കുറവുള്ളത് കൊണ്ടാ ഞാൻ അങ്ങനെ ഒരു കാര്യം ആദർശിനോട് പറഞ്ഞത്. അത് ശരിയാ, പരിചയക്കുറവുണ്ട് എന്ന് കരുതി ഞാൻ തീരെ മന്ദബുദ്ധിയൊന്നും അല്ല. ഇപ്പൊ പരിചയസമ്പന്നനായ അമ്മയുടെ മകനാണ് പ്രശ്നങ്ങളുമായിട്ട് ഓടി നടക്കുന്നത്. ഒന്നും അറിയാത്ത എനിക്ക് പലതും നേടാനും സാധിച്ചു. നിനക്ക് നേടാൻ സാധിച്ചതിൽ അമ്മയ്ക്ക് സന്തോഷമേ ഉള്ളൂ. എനിക്ക് എന്റെ 2 മക്കളും ഒരുപോലെയാ. അതെന്താ അഭി നീ മറന്നു പോകുന്നേ? ഞാനൊന്നും മറന്നിട്ടില്ല. പലതും ഓർമ്മയുള്ളതുകൊണ്ടാ എനിക്ക് ദേഷ്യവും സങ്കടവും ഒക്കെ തോന്നുന്നത്. പിന്നെ അമ്മ ആദർശിനോട് പറ, എന്തെങ്കിലും സഹായം വേണമെങ്കിൽ എന്നോട് പറയാൻ. എനിക്ക് അവനോട് വാശിയൊന്നുമില്ല. ഒരു പ്രശ്നം വന്നാ എന്നോട് പറഞ്ഞതും ചെയ്തതും ഒക്കെ മറന്ന് ഞാൻ ആദർശിനെ സഹായിക്കും. അത് പിന്നെ അങ്ങനെ തന്നെയല്ലേ വേണ്ടത്. നിങ്ങൾ ഒരേ ചോരയാ, ഒന്നിച്ച് നിൽക്കേണ്ടവർ. അത് എന്റെ മനസ്സിലുണ്ട്. സത്യത്തിൽ ആദർശിന്റെ അവസ്ഥ ഓർക്കുമ്പോ എനിക്ക് സഹതാപം തോന്നും. ഒന്നും അവന്റെ കുഴപ്പമല്ല, എല്ലാത്തിനും കാരണം ആ മീരയാ. അവള് കാരണം ആദർശിനെല്ലാം നഷ്ടപ്പെടും. വിവാഹം കഴിച്ച് ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയപ്പോഴേ ജയിലായി. ഇപ്പൊ കണ്ടോ ഓരോ പ്രശ്നങ്ങള്. 20 സ്നേഹവർഷങ്ങളുടെ ആത്മബന്ധങ്ങളിലൂന്നിയ നിറവിശ്വാസത്തിന്റെ പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് അമൃത നൽകുന്ന സല്ലാപ വിരുന്ന്. കണ്ടോ 100 ആയുസാ. എന്താ ചേച്ചി? ഞാനും അമ്മയും നിന്റെ കാര്യമാണ് സംസാരിച്ചോണ്ടിരുന്നത്. അപ്പോഴേക്കും കൃത്യമായി വന്നല്ലോ. എന്റെ കാര്യം? അതെ, നീ കാരണം ആദർശ കിടന്ന് കഷ്ടപ്പെടുന്നതിനെ കുറിച്ചാ പറഞ്ഞോണ്ടിരുന്നത്. അല്ലെങ്കിലും നീ നല്ല ഭാഗ്യമുള്ള ആളാ. നിനക്ക് ഒരു കുഴപ്പമില്ല. പ്രശ്നങ്ങൾ മുഴുവൻ നിന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവർക്കല്ലേ. അഭി വേണ്ട, വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട. ഞാനാണോ പ്രശ്നം ഉണ്ടാക്കുന്നത്? ഇവളല്ലേ എല്ലാത്തിനും കാരണം. ഏത് നിലയിൽ കഴിഞ്ഞിരുന്ന ആളാ ആദർശം. ഇപ്പൊ അവനെല്ലാം നഷ്ടപ്പെടുത്തിയില്ലേ ഇവള്. നമ്മുടെ കുടുംബം പോലും രണ്ടാക്കിയില്ലേ. ചേച്ചി എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. എല്ലാവരും ഒന്നിച്ചുണ്ടാവണമെന്ന് മാത്രം എന്റെ ആഗ്രഹം. അതിനുവേണ്ടി മാത്രം ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നതും. എന്റെ പൊന്നു മീരെ, നീ നിന്റെ പ്രാർത്ഥന ഒന്ന് നിർത്ത്. നിന്റെ പ്രാർത്ഥനയുടെ കൂടുതൽ കൊണ്ടാ ഓരോ പ്രശ്നങ്ങള്. നീ എന്ത് പ്രാർത്ഥിച്ചാലും അതിന് ഓപ്പോസിറ്റ് നടക്കും. ഞാൻ നശിക്കണമെന്ന് നീ പ്രാർത്ഥിക്കുന്നത് കൊണ്ടാ ഞാൻ അങ്ങ് രക്ഷപ്പെടുന്നത്. ആരും നശിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല, പ്രാർത്ഥിക്കയില്ല. എല്ലാവർക്കും നന്മ ഉണ്ടാവണമെന്ന് മാത്രം എന്റെ ആഗ്രഹം. ചേച്ചിക്ക് ഞാൻ ശത്രുവായിരിക്കാം, എന്നോട് ദേഷ്യം ഉണ്ടാവാം, പക്ഷെ എനിക്കതില്ല. ഞാൻ എന്റെ സ്വന്തം ചേച്ചിയായിട്ട് മാത്രം അഭിചേച്ചിയെ കണ്ടിട്ടുള്ളത്. അയ്യോ എന്റെ മീരെ, നീ ഇത്തരം തമാശകൾ പറയല്ലേ. നിന്റെ ഈ അഭിനയം കാണിച്ച് പാവ എന്റെ അനുജനെയും സുഭദ്രാന്റെയും പറ്റിക്കാം. പക്ഷേ അത് ഈ അഭിരാമിയോട് നടക്കില്ല. നിന്റെ സ്വഭാവവും മനസ്സിലിരിപ്പോ എന്താണെന്ന് നീ ഇവിടെ വന്ന അന്ന് തന്നെ ഞാൻ മനസ്സിലാക്കിയതാ. ചേച്ചി പ്ലീസ്, എന്തിനാ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നേ? അഭി, നിന്നോട് ഞാൻ നിർത്താൻ പറഞ്ഞു. ആദർശ് ഇവിടെ ഇല്ലാത്ത സമയത്ത് ഇത്തരം സംസാരങ്ങളൊന്നും വേണ്ട. അത് ആദർശ് അറിഞ്ഞാൽ അടുത്ത പ്രശ്നങ്ങളുണ്ടാക്കും.
ഞാനായിട്ടൊന്നും പറയുന്നില്ലേ? അവള് മനസ്സിലൊന്നും വെക്കാതെ ഓരോന്ന് പറയും. മോളത് കാര്യാക്കണ്ട.